നമസ്കാരം. ഇനി രാഹുലിന്റെ കാലമാണ്. പരിഹാസങ്ങളുടെയും കളിയാക്കലുകളുടെയും പരീക്ഷണ പർവം പിന്നിട്ട രാഹുൽ ഇന്ന് ഇന്ത്യൻ ജനത ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന നേതാവായി മാറിയിരിക്കുന്നു. എതിരാളികൾക്ക് നേരെ ഉത്തരം മുട്ടിക്കുന്ന ഒട്ടേറെ ചോദ്യങ്ങൾ ചോദിച്ച രാഹുൽ ഗാന്ധിയാണ് ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങൾ ആഘോഷിക്കുന്ന രാഷ്ട്രീയ നേതാവ്. ആ ഒറ്റ പ്രസംഗം മാത്രം മതി രാഹുൽ ഗാന്ധിയുടെ വളർച്ച അടയാളപ്പെടുത്താൻ. ഇന്നിപ്പോൾ സിംഹത്തെ അതിന്റെ മടയിൽ ചെന്ന് നേരിടാൻ എന്ന വണ്ണം ഗുജറാത്തിലെത്തിയ രാഹുൽ ഗാന്ധി നരേന്ദ്രമോദിയുടെ തട്ടകത്തിൽ തകർത്താടി. കുറിക്കുകൊള്ളുന്ന പ്രയോഗങ്ങളിലൂടെയും തന്നെ പരിഹസിച്ചവർക്ക് അതേ നാണയത്തിലും രാഹുൽ കൊടുത്ത മറുപടി അത്രമാത്രം വീറുറ്റതായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ BJPയെ പരാജയപ്പെടുത്തിയതുപോലെ ഗുജറാത്തിലും ജനങ്ങൾ BJPയെ പരാജയപ്പെടുത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞെട്ടലോടെയാണ് BJP നേതാക്കൾ കേട്ടത്. പ്രാണപ്രതിഷ്ഠ വേഗത്തിലാക്കി മത്സരിക്കാനൊരുങ്ങിയ മോദി തോൽവി ഭയന്നാണ് അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് പിന്മാറിയതെന്ന ആരോപണവും രാഹുൽ ഗാന്ധി ആവർത്തിച്ചു. വാരാണസിയിൽ നിന്ന് മാറി അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ മത്സരിക്കാനായിരുന്നു മോദിയുടെ പ്ലാൻ. BJPയുടെ ആഭ്യന്തര സർവേയും ഇന്റലിജൻസ് റിപ്പോർട്ടും തോൽവി പ്രവചിച്ചതോടെ ആ നീക്കം മോദി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. തിരഞ്ഞെടുപ്പിന് ശേഷം ഗുജറാത്തിൽ സന്ദർശനത്തിനെത്തിയ രാഹുൽ അഹമ്മദാബാദിലെ പാർട്ടി ആസ്ഥാനത്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ചത്. അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാതെ മോദി പിന്മാറിയത് പരാജയ ഭീതി ഭയന്നെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. താനൊരു ജൈവിക സൃഷ്ടിയല്ലെന്ന് തിരഞ്ഞെടുപ്പ് കാലത്ത് മോദി പറഞ്ഞതിൽ കൊത്തിയ രാഹുൽ മോദിക്ക് ദൈവവുമായി നേരിട്ട് ബന്ധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നതെന്ന് കളിയാക്കി. മോദിക്ക് ദൈവവുമായി അടുത്ത ബന്ധമുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രാണപ്രതിഷ്ഠ നടത്തിയ അയോധ്യയിൽ BJP തോറ്റതെന്നും രാഹുൽ ചോദിച്ചു. LK അദ്വാനി തുടങ്ങിവെച്ച അയോധ്യ രഥയാത്രയ്ക്ക് ഇങ്ങനെയാണ് അവസാനമുണ്ടായത്. രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഭൂമി നഷ്ടപ്പെട്ട അയോധ്യയിലെ ജനങ്ങളെ വിളിച്ചില്ല. അവിടെ ഉണ്ടായിരുന്നത് അദാനിയും അംബാനിയും വളരെ വേണ്ടപ്പെട്ട ചിലരും മാത്രമായിരുന്നു. മോദിയുടെ കപടഭക്തിയെ ഗണശക്തിയിൽ വിശ്വസിക്കുന്ന സാധാരണക്കാർ തുറന്നുകാട്ടി. വാരാണസിയിൽ മോദിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം അയോധ്യ ഉൾപ്പെടുന്ന ജനറൽ മണ്ഡലമായ ഫൈസാബാദിൽ ഇന്ത്യ സഖ്യം മത്സരിപ്പിച്ച സമാജ്വാദി പാർട്ടിയുടെ ദളിത് സ്ഥാനാർത്ഥിക്ക് കിട്ടി. ഇതൊക്കെ പാർലമെന്റിൽ പറഞ്ഞതിന്റെ പേരിൽ ഗുജറാത്തിലെ കോൺഗ്രസ് ഓഫീസുകൾ BJP ആക്രമിക്കുകയാണെന്നും UPയിൽ സംഭവിച്ചതുപോലെ ഗുജറാത്തിലെ ജനങ്ങളും BJPക്ക് തിരിച്ചടി നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അയോധ്യ ഉൾപ്പെടെ UPയിലെ നിരവധി മണ്ഡലങ്ങളിൽ BJP പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് BJPയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് രാഹുൽ തന്റെ വിമർശനം ഉന്നയിച്ചത്. എന്തായാലും ഇപ്പോൾ പഴയ പോലെയല്ല കാര്യങ്ങൾ. രാഹുലിന്റെ വാക്കുകളെ അവഗണിക്കാനാവില്ലെന്ന് മോദിക്ക് വേണ്ടി വാഴ്ത്തുപാട്ടുകൾ ചമച്ച ഗോദി മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ രാഹുലിന് കൂടുതൽ സമയവും സ്ഥലവും അനുവദിക്കാൻ നിർബന്ധിതരായിരിക്കുന്നു. സ്വന്തം ജനതയെ ഒന്നിപ്പിക്കാൻ ഭൂപടത്തിൽ തെളിയുന്ന ഭാരതത്തെ ലംബമായും തിരശ്ചീനമായും അടിവച്ചളന്നെടുത്ത ഭാരത് ജോഡോ യാത്രകൾ എന്തും നേരിടാനുള്ള കരുത്ത് രാഹുലിന് നൽകി എന്നു തന്നെയാണ് ഈ സംഭവ വികാസങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. മോദിയെ സംബന്ധിച്ചിടത്തോളം വരാനിരിക്കുന്ന നാളുകൾ അത്ര സുഖകരമായിരിക്കില്ല എന്നും.